ഉമ്മച്ചിയെ ഇന്ന് രാത്രിക്കൊക്കെ എന്താ? ചോറും കറി ഉണ്ട് മോനെ, മീൻ കറി ഉണ്ട്. നമുക്കൊരു വെറൈറ്റി പിടിച്ചാലോ? വെറൈറ്റി അതെന്താ? കൊച്ചിക്കോയ. അതെന്താ സാധനം? കാണിച്ചരാ. ഓക്കെ, അതെങ്ങനെ ഉണ്ടാക്കാം മോനെ? ഇത് നമ്മളെ ചെറുപഴം, ഇതൊന്നും ഇങ്ങനെ ചതച്ചത്. ഇത് നമ്മളെ അവില് നെയ്യിലൊന്ന് വറുത്തെടുത്തത്. ഇത് തേങ്ങാപ്പാൽ 1-ാം പാല്, ഇത് ഇഞ്ചി നീര്, ഇത് ചെറുനാരങ്ങ നീര്, ഇത് ചെറിയുള്ളി നീര്, ഇത് പാല് ഒക്കെ നമുക്ക് ഇത്രയല്ല അവിലുള്ളൂ. അപ്പൊ നമ്മൾ ഇത്രേ ആകെ ഉണ്ടാക്കണുള്ളൂ. ഇത് കൊടുവള്ളി കോഴിക്കോട് ഏരിയയിലൊക്കെ എല്ലാവരും പുരയിലും ഉണ്ടാവുന്ന ഒരു ഡിഷാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കൊച്ചിക്കോയ അല്ലേ അതിന്റെ പേര്? കൊച്ചിക്കോയ എന്നാ. കൊച്ചിയുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇജല്ലേ ഉണ്ടാക്കണ, അപ്പൊ കൊച്ചിക്കോയെന്ന് വേണ്ട, നമുക്ക് പേരൊന്ന് മാറ്റി പിടിച്ചാലോ? എന്താ നമ്മള് വയനാടൻ നിസാമെന്നൊക്കെ. നീ അത് ഉണ്ടാക്കണ കാണിച്ചു തരാൻ വെച്ചേ. ഇത് പഴം നന്നായിട്ട് ഉടയ്ക്കുക. നല്ല പഴുത്ത പഴമാണല്ലേ? നല്ല പഴുത്ത പഴം വേണം. എന്നിട്ട് അതിലേക്ക് പഴുത്തിട്ടില്ലല്ലോ. തൽക്കാലം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുക. ഇഞ്ചി നീര് ഒക്കെ ഒരേ ക്വാണ്ടിറ്റി വേണം. ഇത് ചെറുനാരങ്ങ നീര്, ഇഞ്ചി നീര്, ചെറുനാരങ്ങ നീര്, ഇത് ചെറിയുള്ളിന്റെ നീര് കേട്ടോ. നമുക്ക് കുറച്ച് കളയുണ്ടോ? ഓക്കെ, റെഡി. എന്നിട്ട് ഇതൊന്നും കൂടി നല്ല ഇളക്കിയെടുക്കുക. മിക്സ് ചെയ്തല്ലോ. ഒരു സാധനം മറന്നല്ലോ. കൈകൊണ്ട് വേണ്ട, വീഡിയോ ഒക്കെ എടുക്കല്ലേ, നമുക്കൊന്ന് സെറ്റപ്പ് ആവാം. നിങ്ങൾ പഞ്ചസാര. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഇട്ടോ. തേങ്ങാപ്പാൽ 1-ാം പാലാണ്, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ. അത് ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പശുവും പാലും കുറച്ച് ഒഴിക്കാം. അധികം ലൂസാക്കണ്ട, വരുവോ മതി. കൊച്ചിക്കോയൻ്റെ മെയിൻ സംഭവം ഇതാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഇത്രയും അരച്ചുണ്ടാക്കിയ മിക്സ് ഇല്ലേ, അത് ഈ വറുത്ത അവിലിൻ്റെ മേലെ ഇങ്ങനെ ഒഴിക്കുക. പണ്ടത്തെ പേര് ഇതിന്റെ എന്താ അറിയോ? എന്താ? അവിലും വെള്ളം. അവിലും വെള്ളം നല്ല എത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടോ. അപ്പൊ ഇതാണ് കൊച്ചിക്കോയ. അമ്മച്ചി ഒന്ന് തിന്നോക്ക്, എന്നിട്ട് എങ്ങനെയുണ്ട് പറയും. ഇത് വയനാടൻ കോയ. എങ്ങനെയുണ്ട് പറയും. എങ്ങനെയുണ്ട്? ടോപ്പല്ലേ? സൂപ്പറാണോ?